ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര അനുജനെ കാണാതെ ആകെ ടെൻഷൻ അടിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് സരസ്വതിയമ്മ പറഞ്ഞു, അവിടെ എന്തോ വലിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എന്നോടൊന്നും പറയാത്തത്, ഒന്നും പറയാതെ പോകാൻ നോക്കുന്നത്. എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി, എന്തായാലും പറയുന്ന കാര്യം അവർ പറയുന്നൊക്കെ നുണയാ എന്നൊക്കെയുള്ള രീതിയിൽ സരസ്വതിയമ്മ പറഞ്ഞു. അപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ കയറിയിട്ടോ. ഈ പറയുന്നത് സരസ്വതി പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്, അവർ പലതും മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ സുമിത്രയും അത് മനസ്സിലാക്കുന്നു. ഇതേ സമയം സുമിത്രയുടെ ആ ഒരു ആദ്യം പിടിച്ചിങ്ങനെ നിൽപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ പൂജയ്ക്കും ആകെ വിഷമമായി. പെട്ടെന്നാണ് ചിത്രയുടെ കോള് വരുന്നത്. ചിത്രയുടെ കോള് കണ്ടപ്പോൾ ആ ചിത്ര വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വേഗം ഫോൺ എടുത്തു. ഹലോ ചിത്രയെന്ന് വിളിച്ചപ്പോഴേക്കും ദീപുവേട്ടൻ വന്നു എന്നുള്ള കാര്യം പറയാം. അത് കേട്ടപ്പോഴാണ് സുമിത്രയുടെ ശ്വാസം നേരെ വീണത്. ദീപു വന്നോ? അവൻ എവിടെയായിരുന്നു? അവൻ എന്തു പറ്റിയതായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല ചേച്ചി, പക്ഷേ അപ്പുവാണ് പോയി ദീപുവിനെ കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പുവിന് ഇവിടുന്ന് അവനെ കിട്ടിയത്? അങ്ങനെ അവർ ആ കാര്യമൊക്കെ സംസാരിക്കുന്നു. ഈ സമയത്ത് അപ്പുവിന് ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അത് കൃത്യമായിട്ട് അപ്പു പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം പറയുക. എന്തായാലും അച്ഛനും മോനും കൂടി അമ്മയെയും അല്ലെങ്കിൽ ആൻറ്റിയെയും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കിടന്ന് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നടക്കണു. ഈ സമയത്ത് നമ്മുടെ സുമിത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ സമാധാനമായി. വേഗം ഏതായാലും ദീപുവിൻ്റെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുമായിരുന്നു എന്ന് സുമിത്ര പറഞ്ഞപ്പോൾ വേണ്ട ചേച്ചി, ഇങ്ങോട്ട് വരണ്ട, രാവിലെ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. വേണ്ട ഞങ്ങൾ അങ്ങോട്ട് വന്നോളാമെന്ന് സുമിത്രയും പറഞ്ഞു. അപ്പോൾ നാളെ അമ്പലത്തിൽ പോകണം, അമ്പലത്തിൽ പോയി അമ്മയ്ക്ക് ബലിയിടേണ്ട ദിവസമാണെന്നും അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം, എന്നിട്ട് അവിടുന്ന് പോകാം, നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാം എന്നും പറഞ്ഞു സുമിത്ര അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അന്നേരം നമ്മുടെ സരസ്വതിയമ്മയും അതുപോലെ തന്നെ പൂജയും ചോദിച്ചു, എന്താ പറഞ്ഞേ, എന്തായി എന്നൊക്കെ ചോദിച്ചപ്പം കുഴപ്പമൊന്നുമില്ലാതെ ദീപു വീട്ടിലെത്തിയെന്നും ദീപു ഇപ്പോൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ദീപു എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചപ്പം അപ്പുവാണ് പോയി കൂട്ടിക്കൊണ്ട് വന്നതെന്നാണ് പറഞ്ഞത്. എവിടേക്ക് പോയി, എങ്ങനെ പോയി എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും ഈ അങ്കിൾ ഇത് എവിടെ പോയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ സംസാരിക്കുക. അപ്പോഴേക്ക് സുമിത്രയ്ക്ക് വിഷമമായി. സുമിത്ര പറഞ്ഞു, എനിക്കിപ്പോൾ എൻ്റേതെന്ന് പറയാൻ ആകെയുള്ളത് ദീപുവാണ്. അവനും കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയതുപോലെ അവനെ എങ്ങാനും എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ ജീവിതത്തിൽ ആരുമില്ലാത്ത അനാഥയായി പോകും ഞാൻ, ഓരുമില്ലാത്ത ഒരു അനാഥയായി പോകും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എൻ്റെ അമ്മയെ അങ്ങനെയൊന്നും ഈശ്വരന്മാർ ശിക്ഷിക്കുകയില്ലെന്നും എൻ്റെ അമ്മയ്ക്ക് എല്ലാ സൗഭാഗ്യങ്ങളും, നഷ്ടപ്പെട്ടു പോയ എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻ തരുമെന്നും പൂജ പറയാം. മാത്രമല്ല ദീപോങ്കൾക്ക് ഒരാപത്തും സംഭവിച്ചില്ലല്ലോ, ദീപോങ്കൾ അമ്മയ്ക്കരികിലെത്തിയില്ലേ, അതുപോലെ പ്രതീക്ഷേട്ടനും അനിരുദ്ധേട്ടനും ഒക്കെ അമ്മയ്ക്കരികിലേക്ക് വരും. പഴയ ആ ഒരു സന്തോഷം നിറഞ്ഞ നമ്മുടെ വീടും കുടുംബവും ജീവിതവും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മകൾ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ പൂജ പറഞ്ഞു കൊടുത്ത വാക്കുകൾ അല്ലെങ്കിൽ പൂജയുടെ സമാധാന വാക്കുകൾ കേട്ട് നമ്മുടെ സുമിത്ര സ്വയം ആശ്വസിക്കുക. ശരിയാണ്, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്നുള്ളൊരു രീതിയിൽ എങ്ങനെയെങ്കിലും തൻ്റെ മക്കളെ കിട്ടണേന്ന് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നടക്കുക നമ്മുടെ സുമിത്ര. പിറ്റേ ദിവസമായി അമ്പലത്തിൽ പോകുന്ന ആ ഒരു കാര്യങ്ങളും ഒക്കെ ആയിട്ട് സുമിത്ര നേരെ ദീപുവിനെ കാണാൻ ചെന്നു. ദീപുവിനെ കാണാൻ ചെന്നപ്പോൾ ദീപു ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ അഭിനയിക്കുക. കാരണം ഇന്നേ ദിവസം സുമിത്ര മരിച്ചതിൻ്റെ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് അനിരുദ്ധ് വരികയാണെന്നുള്ള കാര്യം അനിരുദ്ധ് നമ്മുടെ ദീപുവിനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് കർമ്മം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകാനിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്കിളും എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് ദീപുവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ മോനെ എന്തിനാ അങ്ങനെ എല്ലാ കൊല്ലവും നടത്തുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ മറ്റാരാ, പ്രതീക്ഷിനിപ്പോൾ ബലിയിടാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനെങ്കിലും അത് ചെയ്യണ്ടെങ്കിലേ, ഞാനല്ലേ മൂത്ത മകൻ, ഞാനല്ലേ അമ്മയ്ക്ക് ബലിയിടേണ്ടത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും ഈ ദീപുവിന് ടെൻഷനായി. തൊട്ട് പുറകെയാണ് സുമിത്ര അമ്മയ്ക്ക് ബലിയിടാൻ പോകുന്ന കാര്യം പറഞ്ഞതും. അപ്പോൾ ഈ അനിരുദ്ധ പോകുന്ന അതേ അമ്പലത്തിൽ തന്നെയാണ് സുമിത്രയും പോകാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ ഒന്നിച്ചു വന്നതുകൊണ്ട് അതിൻ്റെ ടെൻഷനുണ്ട് ദീപുവിന്. ഇതേ സമയത്ത് നമ്മുടെ അനന്യയുടെ അരികിൽ ചെന്ന് നിന്ന് അമ്മയ്ക്ക് വേണ്ടി ബലിയിടുന്ന കാര്യങ്ങളെപ്പറ്റി അനിരുദ്ധ് പറയുക, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ബലിയിടണമെന്ന്. അപ്പോൾ അനന്യ ചോദിച്ചു, എല്ലാ കൊല്ലവും ബലിയിടുന്നതല്ലേ, ഈ കൊല്ലം ഇനി ബലിയിടണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയെ ജീവനുള്ള സമയത്ത് എനിക്കൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല, എൻ്റെ അമ്മയൊന്ന് വന്ന് ഒരു നോക്ക് കാണാൻ എനിക്ക് പറ്റിയില്ല. ആ അമ്മയുടെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ബലിയിടണം. പ്രതീക്ഷന് ബലിയിടാനോ മറ്റു കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാനോ കഴിയില്ല, പക്ഷേ മൂത്ത മകനായി ഞാൻ അത് ചെയ്യണ്ടേന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അനന്യയോട് പറയാം. അപ്പോൾ അനന്യയ്ക്ക് ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ അനിരുദ്ധ് ആദ്യം തന്നെ വീട്ടിൽ ഇതെല്ലാം പറഞ്ഞപ്പോഴേക്കും
ഒരു വെല്ലായ്മ പോലെയൊക്കെ കാണിച്ചുകൊണ്ട് വിശ്വൻ കുറേയൊക്കെ നോക്കി അനിരുദ്ധിനെ വിടാതിരിക്കാൻ. പക്ഷെ അതൊന്നും നടന്നില്ല. അനിരുദ്ധ് ഏതായാലും അമ്പലത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ അനന്യയെയും നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടിരുമ്പോൾ അനന്യയും അനിരുദ്ധും കൂടെ അമ്പലത്തിലേക്ക് പോരുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് പോരുന്നു. ഇതേ സമയത്ത് ഈ രഞ്ജിതയാണെങ്കിൽ അനിരുദ്ധിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ആ ഒരു യാത്രയിൽ അമ്പലത്തിലേക്ക്. അപ്പോഴേക്കും ദീപുവിൻ്റെ കോള് പുള്ളിക്കാരിക്ക് വന്നു. അതെ, ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്താ ദീപു? അനിരുദ്ധ് ഇന്ന് സുമിത്രയടുത്തേക്ക് വേണ്ടി ബലിയിടാനായിട്ട് അമ്പലത്തിലേക്ക് പോന്നിട്ടുണ്ട്. അതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ. അത് മാത്രമല്ല, അനിരുദ്ധ് വരുന്ന അതേ അമ്പലത്തിൽ തന്നെയാണ് സുമിത്രയിടത്തെയും ഇന്ന് അമ്മയ്ക്ക് ബലിയിടാനായിട്ട് വരുന്നത്. അവിടെ എങ്ങാനും വെച്ച് രണ്ടുപേരും കൂടി കണ്ടുമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തീർന്നു. പിന്നെ അമ്മ ജീവിച്ചിരിപ്പുള്ള കാര്യം മകൻ അറിഞ്ഞാൽ അവിടെ തീർന്നു നമ്മുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ എങ്ങാനും സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ എല്ലാം അവസാനിക്കുമല്ലോ ദീപു. അങ്ങനെ അമ്മയും മകനും ഇന്നെങ്ങാനും കണ്ടുമുട്ടുമോ? അങ്ങനെ എങ്ങാനും കണ്ടുമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്നു, അത് ഫോണിലൂടെ. അപ്പോൾ ഒരു രക്ഷയില്ല, എങ്ങനെയെങ്കിലും അവർ കാണാതിരിക്കാനുള്ള വഴികൾ നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ദീപു ഏത് രീതിയിലാണ് അവരെ തമ്മിൽ കാണാതിരിക്കാനുള്ള അവസരം ഒരുക്കേണ്ടതെന്ന് തനിക്ക് അറിയില്ലെന്നുള്ള കാര്യം പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആകെ ആദ്യം പിടിച്ച് ഇങ്ങനെ നെട്ടോട്ടമാണ്, അമ്മയും മകനും കാണരുത് എന്നുള്ള ഒരു ഇതിൽ. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. അങ്ങനെ ആ ഒരു ഇവരുടെ ഡീലിങ്സും കാര്യങ്ങളും അവിടെ നടക്കുമ്പോൾ നമ്മുടെ സുമിത്ര ആദ്യം അനിരുദ്ധും അനന്യയും കൊച്ചും അമ്പലത്തിലെത്തി. അതിനുശേഷം അവിടെ വഴിപാടുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നു, വഴിപാടുകൾക്ക് ചീട്ടെഴുതിക്കാനും ഒക്കെ. ആ സമയം തന്നെ നമ്മുടെ സുമിത്രയും സരസ്വതി അമ്മയും അമ്പലത്തിലേക്ക് എത്തി. അപ്പോൾ അമ്മ അമ്പലത്തിലേക്ക് വരണമെന്ന് സുമിത്ര പറഞ്ഞായിരുന്നു സരസ്വതി അമ്മയോട്. അപ്പോൾ അങ്ങനെ സരസ്വതി അമ്മയും കൂട്ടിക്കൊണ്ടാണ് സുമിത്ര വരുന്നത്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബലിയിടാനായിട്ട് വരുന്നു. അവർ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് വന്നു കയറി. അത് ഓട്ടോയ്ക്ക് വന്ന് ഇറങ്ങി. അപ്പോൾ അനിരുദ്ധ് ഇങ്ങനെ അവിടെ ചീട്ടെടുക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നിൽക്കുന്നതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മുടെ സുമിത്രയും സരസ്വതി അമ്മയും ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേരുടെ മറവിലാണ് അനിരുദ്ധ് നിൽക്കുന്നത്. ഒന്ന് ആഞ്ഞു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് മകനെ കാണാം, മകൻ അമ്മയെയും കാണാം. മകനൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കൃത്യമായിട്ട് അമ്മയെ കാണാം. പക്ഷേ അമ്പലത്തിലെത്തിയ സുമിത്ര അനിരുദ്ധിനെയും കാണുന്നില്ല, അനിരുദ്ധിനെ സുമിത്രയും കാണുന്നില്ല. രണ്ടുപേരും ഇപ്പം കാണും എന്നുള്ളൊരു കണ്ടീഷനിൽ വന്ന് നിൽക്കുക. എന്തായാലും നമ്മുടെ അനിരുദ്ധ് അവിടെ ചീട്ടെഴുതിക്കാനായിട്ട് വന്ന് നിൽക്കുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മുടെ സുമിത്രയും വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതിൽ ഗ്യാപ്പിൽ വന്നിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഗ്യാപ്പിൽ വന്ന് നിൽക്കുന്ന സമയം അനിരുദ്ധ് സുമിത്രയുടെ പേരിൽ ബലിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ എഴുതിക്കുന്നു. അപ്പോൾ സ്വന്തം അമ്മ, അതായത് പെറ്റമ്മ പിറകിൽ നിൽപ്പുണ്ട്, മകനത് കാണുന്നില്ല. അമ്മയ്ക്ക് വേണ്ടി ബലിയിടാനുള്ള പരിപാടികളൊക്കെ മോൻ അവിടെ കാശ് കൊടുത്തെല്ലാം റെഡിയാക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു നിമിഷത്തിൽ രണ്ടുപേരും കൂടി കണ്ടില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ നെഞ്ചിടിപ്പിക്കുന്ന നിമിഷങ്ങളുമായിട്ട് കാര്യങ്ങൾ കടന്നു പോവാം. ആ സംഭവം അവിടെ നടക്കുന്നു. ഇവിടെ ഈ സമയത്ത് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ അരവിന്ദനോട് പറയുവാണ്, എല്ലാം കുഴഞ്ഞ അരവിന്ദേട്ടാ, എല്ലാം കുഴഞ്ഞു. എന്തു പറ്റി രഞ്ജിതയെന്ന് ചോദിച്ചപ്പം സുമിത്ര അനിരുദ്ധ് പോയിരിക്കുന്ന അതേ അമ്പലത്തിൽ തന്നെ അമ്മയ്ക്ക് ബലിയിടാനായിട്ട് ചെന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇന്ന് ആ അമ്പലത്തിൽ വെച്ചെങ്ങാനും കണ്ടുമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ ജീവിതം എല്ലാം അവസാനിച്ചു. അങ്ങനെ എങ്ങാനും സംഭവിക്കുമോ രഞ്ജിതേ? നമ്മളത് എങ്ങനെ തടയുമെന്ന് ചോദിച്ചപ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ലെന്നുള്ള കാര്യം പറയാം. നേരം ഈ സംഭവമൊക്കെ കേട്ടും കണ്ടും കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, ഒരു മനസമാധാനവും കിട്ടുന്നില്ല. രണ്ടുപേരും കൂടി നെട്ടോട്ടമാണ്, എങ്ങോട്ട് ഓടും, എങ്ങോട്ട് ആരെ വിളിക്കും, ആരോട് പറയും എന്നുള്ളൊരിത്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നും സുമിത്രയും അനിരുദ്ധും കാണാൻ പാടില്ലെന്നും എന്ത് വില കൊടുത്തും അത് തടയണമെന്നും പറഞ്ഞുകൊണ്ട് ദീപുവിനെയും കൂട്ടുപിടിച്ച് ഇവർ ഓരോ തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇത്രയും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് സൂപ്പർ ഹിറ്റ് കഥ നാളെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.